സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കള് 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപ. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പൊ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ബത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്. പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിന്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതായിരുന്നു ഗവൺമെന്റിന്റെ ലക്ഷ്യം. ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലുള്ള അത് മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ സബ്സിഡി കാര്യങ്ങൾക്ക് ഓണവിപണി സജീവമാക്കുന്നതിനും 53 കോടി രൂപ മുൻകൂറായിട്ട് അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന് ഓണം വിപണി ഇടപെടൽ സജീവമാക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അനുവദിച്ചു. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ബത്ത 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1,200 രൂപ വീതം നൽകാൻ 44.24 കോടി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 7,080 തൊഴിലാളികൾക്ക് 1,200 രൂപ നൽകാൻ 85 ലക്ഷം രൂപ. ഇങ്ങനെ 45 കോടി 9 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നമ്മൾ ഗവൺമെന്റ് വന്ന ഉടനെ 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച 1,000 രൂപ ഉൾപ്പെടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം അതിന് 26 കോടി 47 ലക്ഷം രൂപ അനുവദിച്ചു. അവരുടെ ബോണസ് 1,000 രൂപയാക്കി ഉയർത്തി. ഉത്സവ ബോണസ് സജീവ ഏജന്റുമാർക്ക് 8,500 പെൻഷൻകാർക്ക് 3,750 രൂപയും ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസാന്ത്വനം പദ്ധതിയിൽ അവരുടെ ധനസഹായവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5,208 നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയതായി ഉൾപ്പെടുത്തിയ 1,000 പേർക്കും സാമ്പത്തിക സഹായം, കെയർ ഗിവേഴ്സിനുള്ള ബത്ത, കുട്ടികളുടെ വിദ്യാഭ്യാസം, 10 MCRCകളുടെ നവീകരണം എന്നിവയ്ക്കായി 14 കോടി 40 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണക്കോടി അതിന് വേണ്ടിയിട്ട് 60 വയസ്സിന് മുകളിലുള്ള 52,826 പട്ടികവർഗക്കാർക്ക് ഒരാൾക്ക് 1,000 രൂപ നിരക്കിൽ ഓണക്കോടി വിതരണം നടത്തും. അതിന് 5.28 കോടി അവതരിപ്പിച്ചു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ ഓരോരുത്തർക്ക്. സ്പോർട്സ് കൌൺസിലിലെ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വേതനം നൽകുന്നതിനായി 1.5 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയും കിറ്റും
2000 രൂപ എക്സ്ഗ്രേഷ്യ ആശ്വാസവും 1000 രൂപ മൂല്യമുള്ള സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം. അതിന് 21 ലക്ഷത്തോളം രൂപ വരും. ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായ വർധനവ്, പ്രതിമാസ സഹായം, കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. പിന്നെ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി, സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് റിലീസ് ചെയ്തു. 18.32 കോടി എന്നിവ ഉൾപ്പെടെ മൊത്തം നെയ്ത്തുകൂലി ഉൾപ്പെടെയുള്ള 30 കോടി രൂപ അതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സർക്കാർ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കനത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും വരും. എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് പറയാം. തെറ്റായിട്ടുള്ള വാർത്തയാണത്. ഈ ഓണക്കിറ്റ് വിതരണം സംസ്ഥാന ഇന്നുച്ചയ്ക്ക് 2:30 വരെയുള്ള കണക്ക് ഞാൻ പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 2:30 വരെ സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം പുരോഗമിക്കുകയാണ്. റേഷൻ കടകളിൽ എത്തിച്ച ആകെ കിറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 6,02,650 റെഡിയാണ്. അതിൽ ഡിമാൻഡ് 5,93,000 ഉള്ളൂ. പക്ഷെ നമ്മുടെ 6,02,000 നമുക്ക് റെഡിയാണ്. ഇതുവരെ റേഷൻ കടകളിൽ എത്തിച്ചത് 3,06,092 കിറ്റ്. ഏകദേശം പകുതിയിലധികം കിറ്റുകൾ റേഷൻ കടയിൽ എത്തിച്ചിട്ടുണ്ട്. കാർഡ് ഉടമകളെ കൈപ്പറ്റിയത് അതിൽ 75,885 കാർഡ് ഉടമകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ചുള്ള ഓരോ കണക്കുകളും പ്രത്യേകമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. വ്യാപകമായ പ്രചരണം ഓണക്കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുകയാണ്. സമയമാണ്, ഇതാണ് സമയം, കൊടുക്കേണ്ട സമയം. കഴിഞ്ഞ ദിവസം അത്തം തുടങ്ങിയല്ലോ, ഓണാഘോഷം തുടങ്ങിയല്ലോ. കറക്റ്റായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്തിൽ എത്തിക്കും. കൃത്യസമയത്ത് ഈ മാവേലി സ്റ്റോറുകളിൽ 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിത്യോപയോഗ സബ്സിഡി കൊടുക്കുന്ന 13 ഐറ്റംസ് ഫുള്ളായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ കൃത്യമായിട്ട് ഉണ്ട്. കൃത്യമായിട്ടുള്ള സർക്കാർ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. ഒരു വിലക്കയറ്റം ഇല്ലാതെ 13 ഒരു സാധനത്തിന്റെ വില കൂട്ടിയിട്ടില്ല. 13 സബ്സിഡി സാധനങ്ങളും ഒരു വിലക്കയറ്റം ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാ ഔട്ട്ലെറ്റിലും, കേരളത്തിലെ മുഴുവൻ ഔട്ട്ലെറ്റിൽ എത്തിച്ചിട്ടുണ്ട്. പണ്ട് പല സ്ഥലത്തും ഒഴിഞ്ഞു കിടന്നിരുന്ന് നിങ്ങൾ തന്നെ ചിത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടക്കാതെ പോയിട്ടുണ്ട്. സപ്ലൈകോയുടെ ഓണം ഫെയർ LDF MLA തന്നെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പോയ സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒരു ഔട്ട്ലെറ്റിലും ഇല്ല. 10 ഇനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ വില കുറച്ചു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തൂരപ്പരിപ്പ് തുടങ്ങിയ 10 പ്രമുഖ അവശ്യ സാധനങ്ങൾക്കും കഴിഞ്ഞ ഓണക്കാലത്തെ സബ്സിഡി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് വിതരണം ചെയ്യുന്നത്. ശബരി വെളിച്ചെണ്ണ വീണ്ടും വില കുറച്ചു. സപ്ലൈകോ വഴിയുള്ള ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 നിന്ന് 20 രൂപ കൂടി കുറച്ച് 229 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2 മാസത്തെ സബ്സിഡി ഒറ്റയടിക്കാണ്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് വാങ്ങാം. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജില്ല തിരിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. എറണാകുളം ജില്ലയിലെത്തിയതിനു ശേഷമാണെന്ന് പറഞ്ഞത്. നവകേരള സർവീസ് എറണാകുളം ജില്ലയിലെത്തിയത് 2023 ഡിസംബർ മാസം 7 മുതൽ 10 വരെയാണ് എറണാകുളം ജില്ലയിൽ പര്യടനം. അതിൽ 8-ാം തീയതിയാണ് ഈ പെരുമ്പാവൂരിൽ എത്തിയത്. പക്ഷെ 2021 മുതൽ തന്നെ താങ്കളും മുഹമ്മദ് സിംഗ് തമ്മിൽ കണ്ടതിന്റെ FB പോസ്റ്റുകളൊക്കെ ഉണ്ടാവുന്നേ. ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? എനിക്ക് അയാളെ പരിചയപ്പെട്ടത് എല്ലാവർക്കും കുറെ നേരമായല്ല പ്രസംഗിക്കുന്നു. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്യാൻ പോകുക ഗവൺമെന്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസെഷൻ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ